ഹലോ, ഗുഡ് മോർണിംഗ്. ദിസ് ഈസ് എ ലേസി സാറ്റർഡേ വ്ളോഗ്. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം ഞങ്ങൾ ഇവിടെ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. റൈറ്റ് നൗ ഞങ്ങൾ മെസ്സും അങ്ങനെ ഒന്നും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. ചില ദിവസങ്ങളിൽ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യാറുമുണ്ട്. ആർക്കെങ്കിലൊക്കെ വയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ, ഒരാൾ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അതിനോട് ഓക്കെ പറയാറുണ്ട്. സാറ്റർഡേ സൺഡേ ഒക്കെ നമ്മൾ തന്നെയാണ് കുക്ക് ചെയ്യുക. ബിക്കോസ് അവർ സംടൈംസ് ദേ ഗോ വിത്ത് ദെയർ ഫാമിലീസ്. ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും, അല്ലെങ്കിൽ അവരും പല സമയത്തൊക്കെ നമ്മൾ എഴുന്നേൽക്കുന്നതൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തുടങ്ങാം. പിന്നെ എന്നോ വാങ്ങിച്ച കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ താഴെ വെച്ചിരിക്കുന്ന വൈറ്റ് സാധനം എന്തിനാണെന്ന് ആർക്കെങ്കിലും അറിയോ? ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ബീഫാണേ. സംഭവം വീട്ടിൽ നിന്നൊന്നും പഠിക്കാണ്ട് വന്നതുകൊണ്ട് ഇപ്പം ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വീട്ടുകാരെ വിളിച്ചുകൊണ്ടിരിക്കലാണ് എൻ്റെ പണി. പാവങ്ങൾ 1.5 മണിക്കൂർ എൻ്റെ കോളിൽ ഇങ്ങനെ ഇരിക്കും. ഇത് ബീഫ് വെന്ത് കുക്ക് ചെയ്ത് കഴിയണ വരെ ഞാൻ അവരെവിടെയും വിടത്തില്ല. അതും നാട്ടിലത്തെ സമയം ഒരു 1.5 മണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് ഞാനിവിടെ 9:30 ആയാലും അവിടെ 11 മണി ആ ഒരു റേഞ്ച് ആവുന്നതുകൊണ്ട് അവർക്ക് നല്ല ബുദ്ധിമുട്ടാണ്. സാരില്ല, ഇനീഷ്യൽ ടൈമിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും സംഭവം ബീഫ് അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ബീഫിന് 800+ റുപ്പീസാണ്. നാട്ടിൽ ഒരു 400 റുപ്പീസിന് കിട്ടുമെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കതങ്ങ് കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എന്താ ചെയ്യുക? പിന്നെയുള്ളത് ചിക്കനാണ്. ചിക്കനും വേറെ വലിയ പരിപാടികളൊന്നും അറിയാത്ത കാരണം നമുക്ക് കുറച്ച് വരയൊക്കെ ഇട്ട്, കുറച്ച് ഉപ്പും മുളകൊക്കെ ഇട്ട് കുറച്ച് തിരുമ്പി വയ്ക്കാം. അത് കഴിഞ്ഞ് പിന്നെ ആലോചിക്കാം എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി. എനിക്കിതിൽ എന്തൊക്കെ ഇടണം എന്ന് പോലും അറിയില്ലെങ്കിലും അത്യാവശ്യമുള്ള പൊടികളൊക്കെ എടുക്കുക എന്നതാണ് എനിക്ക് ആകെ അറിയാവുന്ന പരിപാടി. ഞാനൊരു കുക്കിംഗ് ക്ലാസ് എടുക്കുന്നില്ല, കാരണം ഐ നോ യു ഗൈസ് ആർ ബെറ്റർ കുക്ക് ദാൻ മീ. ഇതിൽ എന്തൊക്കെ ആഡ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ടൊന്നും എനിക്കറിയില്ല. എന്നാലും കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ബിക്കോസ് ഐ ആം നോട്ട് എ ഗുഡ് കുക്ക് ഐ ഗസ്. എന്തായാലും ടേസ്റ്റ് ഉണ്ട് സാധനങ്ങൾക്കൊക്കെ, പക്ഷെ ഒരു മാജിക്കൽ ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ഒരു നോർമൽ ടേസ്റ്റ് എനിക്ക് കഴിക്കാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് വറക്കാനാണ് തോന്നിയത്. അപ്പം ഞാനതെടുത്ത് വറുത്തു. അത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ പള്ളിയിൽ പോവാം.